നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. 16 ഡിവിഷനിലേക്കും LDFന്റെ സ്ഥാനാർത്ഥികൾ പത്രിക നൽകി കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജ്യോതിക്ക് മുമ്പാകെയാണ് പത്രിക നൽകിയത്. 10 വർഷമായി LDFന് നഷ്ടമായ ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ LDF രംഗത്തിറങ്ങിയിരിക്കുന്നത്. പരിചയസമ്പന്നരെയും യുവാക്കളെയും രംഗത്തിറക്കിയാണ് ഇതിനായുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്കിലേക്കുള്ള ഏറ്റവും പ്രായം കുറവുള്ള സ്ഥാനാർത്ഥിയായി മുളയങ്കാവിൽ നിന്നുമുള്ള ഹസ്ന തസ്നിയും പത്രിക നൽകിയവരിൽ പെടുന്നുണ്ട്. ശക്തമായ സ്ഥാനാർത്ഥി പട്ടികയാണ് ബ്ലോക്കിലേക്ക് LDF അവതരിപ്പിച്ചിരിക്കുന്നതെന്നും ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇന്ന് നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഞങ്ങളെ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 22 വയസ്സ് മാത്രം ഉള്ള PG വിദ്യാർത്ഥിയായ, അതുപോലെ തന്നെ സുവർണ അഭയം അവാർഡ് നേടിയ സുവർണ മത്സരിക്കുന്നുണ്ട്. അതിന് പുറമെ 4 വിദ്യാർത്ഥി യുവജന നേതാക്കൾ മത്സരിക്കുന്നുണ്ട്. മറ്റ് ബിരുദധാരികൾ പലരും മത്സരിക്കുന്നുണ്ട്. പകുതിയിലേറെ 60% യുവ നിരയാണ് അണിനിർത്തിയിട്ടുള്ളത്. നല്ല സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ടുള്ളത് എന്നാണ് വിശ്വാസം. പത്രിക നൽകാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, TK നാരായണദാസ് ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. പട്ടാമ്പി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മന്ത്രി MB രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. LDFന്റെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. മേലെ പട്ടാമ്പി രാജപ്രസം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പണ്ടൊരു BJPയുടെ നേതാവ്, ചെറിയ നേതാവല്ല വലിയ നേതാവാണ് പറഞ്ഞത്, പ്രകടന പത്രികയിൽ എന്തെല്ലാം പറയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കും എന്ന് ചോദിച്ചത്. അദ്ദേഹം പിന്നീട് ഗവർണറൊക്കെ ആയിട്ടുള്ള ആളാണ്. എന്നാൽ പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യവും ചെയ്യാനുള്ളതാണ് എന്നും അത് ചെയ്യുന്നതിന്റെ പുരോഗതി അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദിത്വമുണ്ട് എന്നും സ്വയമാ ചുമതല ഏറ്റെടുത്ത ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. നിങ്ങൾ നോക്കിക്കോളൂ, ഏത് വാക്കാണ് പാലിക്കാത്തത്? ക്ഷേമ പെൻഷന്റെ കാര്യം എടുക്കുക. ക്ഷേമ പെൻഷൻ എന്നൊരാശയം തന്നെ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ച് നടപ്പാക്കിയത് LDF ഗവൺമെന്റാണ്. കർഷക തൊഴിലാളി പെൻഷൻ 80-ൽ നായനാരുടെ ഗവൺമെന്റാണ് ആദ്യം കൊണ്ടുവന്നത്. തൊഴിലില്ലായ്മ വേതനം ആണ് കൊണ്ടുവന്നത്. കേരളത്തിലെ വലതുപക്ഷം ഒന്നടങ്കം, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ UDF, BJP മാത്രമല്ല, മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. എന്താ പറഞ്ഞതെന്നറിയോ? ആളുകളെ മടിയന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് പണം കൊടുക്കുക, പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് പെൻഷൻ വാങ്ങാണത്രേ. ഇതായിരുന്നു പുച്ഛം, പരിഹാസം, പാഴ്ചെലവാണ്, ദുർവ്യയമാണ് എന്നെല്ലാം പ്രചരിപ്പിച്ചവരാണ്. AV അബു അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് മോസിൻ MLA, LDF നേതാക്കളായ TK നാരായണദാസ്, NP വിനയകുമാർ, T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, ED ശ്രീജ, O ലക്ഷ്മിക്കുട്ടി, പ്രൊഫസർ CP ചിത്ര, K ഗോപാലകൃഷ്ണൻ, MP മുഹമ്മദ് ഷാഫി, KP അജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 29 ഡിവിഷനുള്ള നഗരസഭയിൽ 25 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. KC ഷാജി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. നിലവിലെ മെമ്പർമാരായിരുന്ന PK കവിത, P ആനന്ദവല്ലി, P വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ട്. തൃത്താല ഉള്ളന്നൂരിലെ U ഗണപതി വീണ്ടും അങ്കത്തട്ടിൽ. 5 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങുകയാണ് വാഴകർഷകനും ചുമട്ട് തൊഴിലാളിയുമായിരുന്ന ഗണപതി. തൃത്താല പഞ്ചായത്തിലെ 7ാം വാർഡായ ഉള്ളൂരിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായാണ് ഗണപതി ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ വാർഡ് മെമ്പറായ കാലയളവിൽ നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇത്തവണയും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി.
അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകൽ, കൂടുതൽ പേർക്ക് വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ എന്നിവയാണ് ഇത്തവണത്തെ പ്രധാന വാഗ്ദാനങ്ങൾ. പ്രത്യേകിച്ചും താൻ ഉപജീവനമാർഗമാക്കിയ വാഴകൃഷിക്കും ആടുവളർത്തലിനും കൂടുതൽ പ്രോത്സാഹനം നൽകാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്ന് ഗണപതി പറയുന്നു. തൊഴിൽ രംഗത്തുള്ള പ്രവർത്തനം, കാർഷിക മേഖലയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പം നിലവിൽ കൃഷിക്കാർ അനുഭവിക്കുന്ന വിളകൾക്ക് വിലയില്ലാത്ത വിഷയം, അതുപോലെ തന്നെ പന്നി, മയില്, കുരങ്ങ്, മുള്ളംപന്നി തുടങ്ങിയുള്ള ക്ഷുദ്രജീവികളുടെ ആക്രമണം കാരണം കൃഷി ഉപേക്ഷിക്കാൻ പോവുകയാണ് ആളുകൾ. അപ്പം അതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിന് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാനുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കൂടാതെ ഉള്ളാമ്പുഴ മീൻകിരി കുടിവെള്ള പദ്ധതിക്ക് കീഴിൽ ഇപ്പോഴും നിലവിലുള്ള കുടിവെള്ളക്ഷാമ പരിഹരിക്കാൻ പുതിയൊരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. തന്റെ കഴിഞ്ഞ പ്രവർത്തന കാലയളവിൽ 50ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പാടത്ത് പറമ്പ് കുടിവെള്ള പദ്ധതി ആരംഭിക്കാനായത് മികച്ച നേട്ടമാണെന്ന് ഗണപതി പറയുന്നു. പഞ്ചായത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന തനിക്ക് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ സാധിക്കുമെന്നും അത് പരിഹരിക്കാൻ സാധിക്കുമെന്നും ഗണപതി ഉറപ്പു പറയുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ അങ്ങനെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഏതൊരാളുടെ വിഷയങ്ങളിലും ഇടപെടാനും അത് പരിഹരിക്കാനും ആയിട്ടുള്ള ശ്രമം പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നീട് തുടർന്ന വാർഡ് വനിതാ വാർഡാവുകയും വേറെ ഒരു മെമ്പർ വരികയും ചെയ്തു. ആ കഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വീണ്ടും ഈ അവസരം തന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാൾ നവംബർ 20-21 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AD 1865 അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ യൂയാക്കിം മോർ കോറിലോസ് ബാവയാണ് മോർ പത്രോസ്, മോർ പൗലോസ് ശ്ലീഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത്. ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നാടൊന്നാകെ ആഘോഷിക്കുകയാണ്. അങ്ങാടിക്ക് ചുറ്റും 9ഓളം പ്രാദേശിക കമ്മിറ്റികളാണ് പെരുന്നാളിൽ പങ്കെടുക്കുന്നത്. പെരുന്നാളിന്റെ ഭാഗമായി പള്ളിയിലൊരുക്കുന്ന വൈദ്യുത ദീപാലങ്കാരം 19 ബുധനാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സ്വിച്ച് ഓൺ ചെയ്യും. 20 വ്യാഴാഴ്ച വൈകിട്ട് 6:15 സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പൊൻ വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം എന്നിവ ഉണ്ടാകും. രാത്രി 9 തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യകലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും. 21 വെള്ളിയാഴ്ച രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 8:30 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബാബു ചാത്തനാട്ട് രാജകുമാരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പെരുന്നാൾ സന്ദേശം എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12:30 പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് 5 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. നവംബർ മാസം 20-21 തീയതികളിൽ പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അതിന് മുന്നോടിയായി ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനാനന്തരം കൊടി ഉയർത്തി 19 തീയതി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് 7 മണിക്ക് ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിക്കപ്പെടും. അതേപോലെ 20 തീയതി വൈകുന്നേരം 6:15 മണിക്ക് സന്ധ്യാപ്രാർത്ഥന പള്ളിയിൽ ആരംഭിക്കും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്യ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകുകയും ചെയ്യും. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികരുടെ നേതൃത്വത്തിൽ അങ്ങാടി ചുറ്റിയുള്ളതായ പ്രദക്ഷിണം ക്രമീകരിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി വാദ്യഘോഷങ്ങളോടും ഗജവീരന്മാരുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ ആഘോഷം അങ്ങാടിയിൽ നടക്കും. പ്രഭാതത്തിൽ അങ്ങാടി അവസാനിപ്പിക്കുമ്പോൾ പള്ളിയിൽ 21 തീയതി രാവിലെ 7:30 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8:30 മണിക്ക് വിശുദ്ധ കുർബാനയും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ 5 ദിവസത്തേക്ക് 1,95,00,000 രൂപയ്ക്ക് പെരുന്നാൾ 7 കിലോമീറ്റർ ചുറ്റളവിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. പെരുന്നാളിന് മുന്നോടിയായി പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ കൊടിയേറ്റവും വൈകിട്ട് വിവിധ പ്രാദേശിക ആഘോഷ കമ്മിറ്റികളിലും പെരുന്നാളിന് കൊടിയേറിയതായും ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ N ജ്യോതിപ്രകാശിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ യോഗവും നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ, ട്രസ്റ്റി CU സലമോൻ,
സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം സ്വീകരിക്കാനായി പട്ടാമ്പി താലൂക്കിൽ നാളെ മുതൽ പ്രത്യേക ക്യാമ്പുകൾ ആരംഭിക്കും. 3 ദിവസങ്ങളിലായാണ് പോളിംഗ് ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ ഒരുക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ പട്ടാമ്പി താലൂക്കിൽ പുരോഗമിക്കുകയാണെന്ന് തഹസിൽദാർ ടി.പി. കിഷോറും ഭൂരേഖ തഹസിൽദാർ വി.പി. സെയ്ദ് മുഹമ്മദും അറിയിച്ചു. BLOമാർ എന്യൂമറേഷൻ ഫോം ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. 95% ഫോം വിതരണം പൂർത്തിയായതായും ഇവർ അറിയിച്ചു. ഫോം പൂരിപ്പിക്കാനും മറ്റുമായി നാളെ മുതൽ താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ ഒരുക്കുമെന്നും ഇവർ വ്യക്തമാക്കി. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് 4 മുതൽ ഡിസംബർ 4 വരെ എന്യൂമറേഷൻ ഫോറം വിതരണവും സ്വീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശങ്കകൾ നമ്മൾ ഏതാണ്ട് ദൂരീകരിച്ച് ഒരുവിധം നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 90% അല്ലെങ്കിൽ 95% ഫോംസ് ഇവിടെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അത് തിരിച്ചു വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഫോം പൂരിപ്പിക്കുന്നതിലും അതുപോലെ ഇതിന്റെ കാര്യങ്ങളിലും ചില ആശങ്കകൾ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ പട്ടാമ്പി താലൂക്കിന്റെ കീഴിലുള്ള 340ഓളം പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഒരു ക്യാമ്പ് എന്നുള്ള നിലയ്ക്ക് 340 സ്ഥലങ്ങളിലും സ്വീകരണ ക്യാമ്പുകൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് സഹായിക്കുന്നതിനും ഫോം സ്വീകരിക്കുന്നതിനുള്ള ഫില്ല് ചെയ്ത ഫോമുകൾ സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടി NSS, NCC അതുപോലുള്ള സന്നദ്ധ പ്രവർത്തകര്, രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ സഹായത്തോടു കൂടിയിട്ടാണ് BLOയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ദിവസങ്ങളായി 18, 19, 20 3 ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ വോട്ടർമാർക്ക് നേരിട്ടെത്തി അവരുടെ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നതിനും അതുപോലെ പൂരിപ്പിക്കാനുള്ള സഹായങ്ങൾ തേടാനും BLO നേരിട്ട് ഏൽപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പുകൾ ഒരുക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി. ക്യാമ്പുകളിലേക്ക് വരാൻ സൗകര്യപ്പെടുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഫോം വെരിഫൈ ചെയ്തുകൊണ്ട് നേരിട്ട് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതേസമയം ആ ദിവസങ്ങളിൽ സ്ഥലത്തില്ലാത്തവർക്കും അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ ക്യാമ്പുകളിലേക്ക് വരാൻ കഴിയാത്തവർക്കും വരാൻ ഉദ്ദേശമില്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടി 4-ാം ദിവസം മുതൽ BLO ഓരോ ബൂത്തിലെയും സീരിയൽ നമ്പർ 1 മുതൽ തന്നെ വീട് നമ്പർ 1 മുതൽ തന്നെ ഓരോ വീട്ടിലെയും കയറി ഇറങ്ങി ഫോമുകൾ കിട്ടാത്ത ഫോമുകൾ തിരിച്ചു വാങ്ങിക്കുകയും അരിച്ചു പെറുക്കി അതെല്ലാം സ്വീകരിച്ചതിന് ശേഷം അതിന്റെ തുടർച്ചയായിട്ട് BLOക്ക് വേണ്ടി ഡിജിറ്റൈസേഷൻ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് ഇതിന്റെ ക്യാമ്പിലും അതിന്റെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. അത് BLO ആപ്പിൽ ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഡിജിറ്റൈസേഷൻ. അപ്പോഴാണ് ഈ പ്രവൃത്തി പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇതുവരെ നടന്നുള്ള പട്ടാമ്പി താലൂക്കിലെ 2 നിയോജക മണ്ഡലങ്ങളിലെയും പ്രവർത്തന സമയബന്ധിതമായിരുന്നു. BLOമാര് രാത്രിയും പകലും ഭേദമന്യേ ഇടവഴികളും റോഡുകളും പാടങ്ങളും ഒന്നും വകവെക്കാതെ, അതായത് വെയിലും മഴയും ഒന്നും വകവെക്കാതെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് നമ്മൾ 15-ാം തീയതി മുമ്പായിട്ട് പൂർണ്ണമായിട്ടും വിതരണം പൂർത്തിയാക്കിയത്. 18 മുതൽ 20 വരെയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. മറ്റു സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ക്യാമ്പുകളിൽ ലഭ്യമാണ്. പട്ടാമ്പി ശങ്കരമംഗലം സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവി ആഘോഷവും അനുമോദനവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. പട്ടാമ്പി ശങ്കരമംഗലം സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിലാണ് കേരളപ്പിറവി ആഘോഷവും ഈ ഇടം ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുഴയായി നമ്മൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടന്നത്. എഴുത്തുകാരനും അധ്യാപകനുമായ PG സാഗരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വാക്ക് നിക്ഷേപിക്കുന്ന ഇടങ്ങൾ സോഷ്യലിസത്തിന്റെ ഇടങ്ങളാവുക എന്നുള്ളത്, മാനവികതയുടെ ഇടങ്ങളാവുക എന്നുള്ളത്, മതേതരത്തിന്റെ ഇടങ്ങളാവുക എന്നുള്ളത്, ജനാധിപത്യത്തിന്റെ, സാമൂഹ്യ നീതിയുടെ, ലിംഗനീതിയുടെ ഇടങ്ങളാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ ഇന്ന് ഒട്ടേറെ യുവ എഴുത്തുകാർ നമ്മുടെ ഇടയിൽ വലിയ രീതിയിൽ പൂത്തും തളിർത്തും വരുന്നുണ്ട്. അങ്ങനെ പുതിയ കാലത്തേക്ക് മനുഷ്യരൊന്നാണെന്നുള്ള പുതിയ സ്വപ്നത്തിലേക്ക് ഉണർത്തുന്ന കവിതകളും പുസ്തകങ്ങളും എഴുതാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നവകേരളം രൂപീകരിക്കുക എന്നതിനർത്ഥം
ഒരു കേരളപ്പിറവി ദിനത്തിൽ ഒരു നവകേരളത്തെ സ്വപ്നം കാണാനുള്ള ചിന്താഗതികൾ മുന്നോട്ട് വയ്ക്കുക എന്നതിനർത്ഥം നമുക്ക് എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവുക എന്നത് തന്നെയാണ്. ആ അർത്ഥത്തിലേക്ക് നിങ്ങളുടെ കവിതയും നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പുസ്തകവും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുവാദം. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി അജേഷ്, പ്രസിഡന്റ് എ.പി. പ്രേംനവാസ്, ജയചന്ദ്രൻ മേലഴിയം, പി ഹരിദാസ്, എ.പി. ശശി, പി. പ്രവീൺ, എം. അംബരീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിനിമ ബാലതാരം വിധുമോൾ, വിവിധ കലാപ്രതിഭകൾ, വിവിധ മത്സരവിജയികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പരിപാടിയുടെ ഭാഗമായി കവിയരങ്ങും ഉണ്ടായിരുന്നു. നവംബർ 23 ഞായറാഴ്ച നടത്തുന്ന ചാലിശ്ശേരി ആലിക്കര മുല്ലക്കാട് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്കിനോടനുബന്ധിച്ചുള്ള വിളക്ക് പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടന്നു. ക്ഷേത്ര മേൽശാന്തി എടമന കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിളക്ക് കമ്മിറ്റി രക്ഷാധികാരികളായ ഗോപി കണ്ണാലത്ത്, കെ ഭാസ്കരൻ കണ്ടങ്ങത്ത്, പ്രസിഡന്റ് രാമചന്ദ്രൻ കടവാരത്ത്, സെക്രട്ടറി വത്സൻ, ജോയിന്റ് സെക്രട്ടറി പ്രജീഷ്, ഗുരുനാഥൻ, പുഷ്പനാഥൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു. മൂലയംപറമ്പത്തുകാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന പാലക്കൊമ്പെഴുന്നള്ളിപ്പിന് മാളികപ്പുറങ്ങളുടെ താലം, ഗജവീരൻ മുള്ളത്ത് വിജയകൃഷ്ണൻ, വാദ്യകലാകാരൻ ചന്ദ്രൻ പെരിങ്ങോട് നയിക്കുന്ന പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിന്റെ പഞ്ചവാദ്യവും അകമ്പടിയാകും. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് വിളക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ടും തടവും, കനൽച്ചാട്ടം എന്നിവയും ഉണ്ടായിരിക്കും. സ്റ്റാർ ഇവന്റ്സ് ആൻഡ് മീഡിയയുടെ ദീപാലങ്കാരവും പന്തൽ വിധാനവും വിളക്കാഘോഷങ്ങളുടെ മാറ്റുകൂട്ടും. തൃത്താല മേഴത്തൂർ പൗരത്തൊടിയിൽ അബ്ദുൾ അസീസ് മാസ്റ്ററുടെ ഭാര്യ വളാഞ്ചേരി കായൽ മീത്തിൽ ഉമ്മാത്തുകുട്ടി നിര്യാതയായി 78 വയസ്സായിരുന്നു. ഖബറടക്കം സൗത്ത് തൃത്താല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഹുസൈൻ, മൊയ്തീൻ കുട്ടി, ഹംസ, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.